Hi friends, welcome back to LNPSC Academy. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്ക് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻ്റ് ആണ്. FSO എക്സാമിൻ്റെ സിലബസിലെ ബയോടെക്നോളജി പോർഷനിലുള്ള ഒരു ടോപ്പിക്കാണ് സീവേജ് ട്രീറ്റ്മെൻറ്റ്. അപ്പം ഇത് FSO എക്സാമിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പം ഇന്നത്തെ ടോപ്പിക്കിൽ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ജനറൽ ഇൻഫർമേഷനും അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റിനകത്ത് 3 കമ്പോണൻസ് ആണ്, 3 മേജർ കമ്പോണൻസ് ആണുള്ളത്. ഫസ്റ്റ് കളക്ഷൻ, സെക്കൻഡ് ട്രീറ്റ്മെൻറ്റ്, തേർഡ് ഡിസ്പോസൽ. ഇനി വേസ്റ്റ് വാട്ടർ പ്രോസസ്സിനകത്ത് വരുന്ന മെത്തേഡ്സ്, അതായത് പല മെത്തേഡ്സിൽ കൂടെയാണ് അത് ട്രീറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് പ്രോസസ്സാണ് പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റ്, സെക്കൻഡ് പ്രൈമറി ട്രീറ്റ്മെൻറ്റ്, നെക്സ്റ്റ് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ്, നെക്സ്റ്റ് ടെറിഷറി ഓർ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ്, ലാസ്റ്റ് വൺ ഡിസിൻഫെക്ഷൻ ആൻഡ് സോളിഡ് ട്രീറ്റ്മെൻറ്റ്. ഫസ്റ്റ് പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റിനകത്ത് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഹെവി മെറ്റീരിയൽസ്, അതായത് ഹെവി ഇനോർഗാനിക് മെറ്റീരിയൽസും ലാർജ് ഡെബറീസിനെയൊക്കെ റിമൂവ് ചെയ്യുന്നു. പ്രൈമറി ട്രീറ്റ്മെൻറ്റിനകത്താണെങ്കിൽ അതിനകത്ത് വരുന്ന സെറ്റിൽ ഡൗൺ ചെയ്യുന്ന കമ്പോണൻസിനെ അതുപോലെ തന്നെ ഫ്ലോട്ട് ചെയ്യുന്ന കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിനകത്ത് വന്നു കഴിയുമ്പോഴത്തേനും അതിനകത്ത് സെഡിമെൻറ്റേഷൻ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ കൊയാഗുലേറ്ററിനെ യൂസ് ചെയ്ത് കൊയാഗുലേറ്റ് ചെയ്യിപ്പിക്കുന്നു, ക്ലാരിഫയേഴ്സിനെ യൂസ് ചെയ്ത് ക്ലാരിഫൈ ചെയ്യുന്നു. അങ്ങനെ വാട്ടറിനെ ക്ലിയർ വാട്ടറാക്കി കൺവേർട്ട് ചെയ്യുന്നു. അതിനുശേഷം അത് ഫിൽട്രേഷൻ നടത്തുന്നത് സാൻഡ് ഫിൽറ്റർ പോലുള്ള ഫിൽറ്റർ യൂസ് ചെയ്ത് അതിനെ ഫിൽട്ടർ ചെയ്യുന്നു. അതിനുശേഷം ഏറ്റവും അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ ടെറിഷറി ട്രീറ്റ്മെൻറ്റിലേക്ക് കിടക്കുന്നു. അതിൽ വന്നു കഴിയുമ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെത്തേഡ്സാണ് യൂസ് ചെയ്യുന്നത്. ആക്ടിവേറ്റഡ് കാർബൺ അബ്സോർഷൻ, അയൺ എക്സ്ചേഞ്ച്, റിവേഴ്സ് ഓസ്മോസിസ്, ഇലക്ട്രോലൈസിസ്, കെമിക്കൽ ഓക്സിഡേഷൻ, ന്യൂട്രിയൻ റിമൂവൽ എല്ലാം നടക്കുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് ടെറിഷറി ട്രീറ്റ്മെൻറ്റിലാണ്. ലാസ്റ്റ് വൺ ഡിസിൻഫെക്ഷൻ ആൻഡ് സോളിഡ് ട്രീറ്റ്മെൻറ്റ്സ്. ഇപ്പം ഡിസിൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ക്ലോറിനാണ് യൂസ് ചെയ്യുന്നത് ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ട്. മൈക്രോ ഓർഗാനിസത്തിനെയൊക്കെ റിമൂവ് ചെയ്യാൻ എബിലിറ്റിയുള്ള ക്ലോറിനെ യൂസ് ചെയ്ത് ട്രീറ്റ് ചെയ്യുന്നു. അപ്പം ഇത്രയുമാണ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ജനറൽ ഐഡിയ. അതായത് പ്രിലിമിനറി ട്രീറ്റ്മെൻ്റ് ഉണ്ട്, പ്രൈമറി ട്രീറ്റ്മെൻ്റ് ഉണ്ട്, സെക്കൻഡറി ട്രീറ്റ്മെൻ്റ് ഉണ്ട്, ടെറിഷറി ട്രീറ്റ്മെൻ്റ് ഉണ്ട്, ഡിസിൻഫെക്ഷൻ അല്ലെങ്കിൽ ആൻഡ് സോളിഡ് ട്രീറ്റ്മെൻറ്റ്. ഇത്രയും മെത്തേഡ്സിൽ കൂടെയാണ് വാട്ടറിനെ ക്ലിയർ ചെയ്യുന്നത്. ഇനി നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വേസ്റ്റ് വാട്ടർ റിലീസ്ഡ് ബൈ ഹൗസസ് ഈസ് കോൾഡ്. ഓപ്ഷൻസ് സീവേജ്, സ്ലഡ്ജ്, ബോത്ത് ഓഫ് ദം, നണ്ണ്. കറക്റ്റ് ആൻസർ സീവേജ് ആണ്. അപ്പം സീവേജ് എന്ന് പറഞ്ഞാൽ ഒരു മിക്സർ ഔട്ട്ലെറ്റ്, അതായത് നമ്മുടെ കിച്ചണിൽ നിന്നോ ബാത്റൂമിൽ നിന്നോ ടോയ്ലറ്റ്സിൽ നിന്നൊക്കെ അതുപോലെ ഡൊമസ്റ്റിക് ആക്ടിവിറ്റീസിൽ നിന്നൊക്കെ പുറത്ത് പോകുന്ന വേസ്റ്റാണ് സീവേജ് വേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ സീവേജ് വേസ്റ്റിനെ നമ്മൾ ഡൊമസ്റ്റിക് എഫ്ലുവൻ്റ് എന്നും പറയാറുണ്ട്. ഈ സ്ലഡ്ജ് ആണെങ്കിൽ സ്ലഡ്ജ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്സിൽ നിന്നും റിമൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ നിന്നും പുറത്തേക്ക് ഡിസ്ചാർജ് ചെയ്യുന്ന സോളിഡ് പ്രിസിപ്പിറ്റേറ്റഡ് മെറ്റീരിയലാണ് സ്ലഡ്ജ് എന്ന് പറഞ്ഞാൽ. സീവേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാത്റൂമോ ടോയ്ലറ്റോ കിച്ചണിൽ നിന്നൊക്കെ വേസ്റ്റ് ഡൊമസ്റ്റിക് ആക്ടിവിറ്റീസ് എന്നൊക്കെ പുറത്തേക്ക് പോകുന്ന വേസ്റ്റാണ് സീവേജ് വേസ്റ്റ് എന്ന് പറയുന്നത്. സ്ലഡ്ജ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് വാട്ടർ പ്ലാന്റ്സിൽ നിന്നും റിമൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യുന്ന സോളിഡ് പ്രിസിപ്പിറ്റേറ്റഡ് മെറ്റീരിയലിനെയാണ് നമ്മൾ സ്ലഡ്ജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പ്രോസസ് ഈസ് യൂസ്ഡ് ടു റിമൂവ് ദ ഡേർട്ട് ആൻഡ് സാൻഡ് ഫ്രം വേസ്റ്റ് വാട്ടർ? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: എയറേഷൻ, ക്ലോറിനേഷൻ, സെഡിമെൻറ്റേഷൻ, ഫ്ലോക്കുലേഷൻ. അപ്പം കറക്റ്റ് ആൻസർ സെഡിമെൻറ്റേഷൻ ആണ്. സെഡിമെൻറ്റേഷൻ പ്രോസസ്സ് വഴിയാണ് ഡേർട്ടിനെയും സാൻഡിനെയും വേസ്റ്റ് വാട്ടറിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത്. എയറേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ട്രേസ് ആയിട്ടുള്ള ഓർഗാനിക് വോളറ്റൈൽ കോമ്പൗണ്ട്സിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് എയറേഷൻ എന്ന് പറയുന്നത്. ക്ലോറിനേഷൻ എന്ന് പറഞ്ഞാൽ ഡിസിൻഫെക്ഷൻ മെത്തേഡാണ്. ക്ലോറിൻ യൂസ് ചെയ്ത് പത്തോജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ വേസ്റ്റ് വാട്ടറിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ക്ലോറിനേഷൻ.
ഫ്ലോക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ക്ലാരിഫയിങ് ഏജൻറ്റ് യൂസ് ചെയ്ത് അതായത് കൊളോയിഡൽ അതായത് വേസ്റ്റിനെ കൊളോയിഡൽ കമ്പോണൻസ് ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് ഫ്ലോക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പം ഡേർട്ടിനെയും സാൻഡിനെയും റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് സെഡിമെൻറ്റേഷൻ പ്രോസസ്സ്. എയറേഷൻ എന്ന് പറഞ്ഞാൽ ട്രേസ് ആയിട്ടുള്ള ഓർഗാനിക് വോളറ്റൈൽ കോമ്പൗണ്ട്സിനെ റിമൂവ് ചെയ്യുന്നതും, ക്ലോറിനേഷൻ എന്ന് പറഞ്ഞാൽ ഡിസിൻഫെക്ഷൻ മെത്തേഡാണ് പത്തോജനിക് മൈക്രോ ഓർഗാനിസിനെ റിമൂവ് ചെയ്യുന്ന മെത്തേഡ്. ഫ്ലോക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ക്ലാരിഫയിങ് ഏജൻറ്റ് യൂസ് ചെയ്ത് കൊളോയിഡൽ സബ്സ്റ്റൻസ് ആക്കി കൺവേർട്ട് ചെയ്ത് റിമൂവ് ആക്കുന്നതാണ് ഫ്ലോക്കുലേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പ്രോസസ് ഡ്യൂറിങ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് ഹെൽപ്സ് ഇൻ കില്ലിംഗ് ജേംസ്? ഓപ്ഷൻസ്: എയറേഷൻ, ക്ലോറിനേഷൻ, സെഡിമെൻറ്റേഷൻ, ഫ്ലോക്കുലേഷൻ. അതായത് ഏത് പ്രോസസ്സ് യൂസ് ചെയ്താണ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റിൽ മൈക്രോ ഓർഗാനിസിനെ കില്ല് ചെയ്യുന്ന അല്ലെങ്കിൽ ജേംസിനെ കില്ല് ചെയ്യുന്ന പ്രോസസ്സ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ ക്ലോറിനേഷനാണ്. അപ്പം എയറേഷൻ എന്താണെന്നും സെഡിമെൻറ്റേഷൻ എന്താണെന്നും ഫ്ലോക്കുലേഷൻ എന്താണെന്നും മുമ്പിലത്തെ ക്വസ്റ്റ്യനിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കാം. അപ്പോൾ ക്ലോറിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡിസിൻഫെക്ഷൻ മെത്തേഡാണ്. ക്ലോറിൻ യൂസ് ചെയ്ത് വേസ്റ്റ് വാട്ടറിലെ ജേംസിനെ കില്ല് ചെയ്യുന്ന പ്രോസസ്സാണ് ക്ലോറിനേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദീസ് ഡിസീസ് ക്യാൻ ഹാപ്പൻ ഫ്രം ഡ്രിങ്കിങ് കണ്ടാമിനേറ്റഡ് വാട്ടർ? ഓപ്ഷൻസ്: ന്യൂമോണിയ, സ്മോൾ പോക്സ്, മലേറിയ, കോളറ. അപ്പം കണ്ടാമിനേറ്റഡ് ഡ്രിങ്കിങ് വാട്ടറിൽ നിന്ന് സ്പ്രെഡ് ആകുന്ന ഡിസീസിന് എക്സാമ്പിളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ കോളറയാണ്. കോളറ പോലെ തന്നെ സ്പ്രെഡ് ആകുന്ന ഡിസീസാണ് ടൈഫോയിഡും ഡിസെൻട്രി. കണ്ടാമിനേറ്റഡ് വേസ്റ്റ് വാട്ടറിൽ നിന്നും അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടറിലുള്ള പത്തോജൻസിൽ നിന്ന് സ്പ്രെഡ് ആകുന്ന ഡിസീസാണ് ടൈഫോയിഡും ഡിസെൻട്രിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ക്ലീനസ്റ്റ് സിറ്റി ഓഫ് ഇന്ത്യ? മൈസൂർ, സൂററ്റ്, ഡൽഹി, ചണ്ഡീഗഡ്. കറക്റ്റ് ആൻസർ ചണ്ഡീഗഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, BOD സ്റ്റാൻഡ്സ് ഫോർ? ഓപ്ഷൻസ്: ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, ബ്രിട്ടീഷ് ഓക്സിജൻ ഡിമാൻഡ്, ബ്രിട്ടീഷ് ഓക്സിജൻ ഡിപ്ലീഷൻ, ബയോളജിക്കൽ ഓക്സിജൻ ഡിപ്ലീഷൻ. കറക്റ്റ് ആൻസർ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെപ്രസെൻറ്റ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ കൺസ്യൂംഡ് ബൈ ബാക്ടീരിയ ആൻഡ് അതർ മൈക്രോ ഓർഗാനിസംസ് വൈൽ ദേ ഡീകമ്പോസ് ഓർഗാനിക് മാറ്റർ അണ്ടർ എയറോബിക് കണ്ടീഷൻസ് അറ്റ് എ സ്പെസിഫിക് ടെമ്പറേച്ചർ. അതായത് എയറോബിക് കണ്ടീഷനിലും അത് ഒരു സ്പെസിഫിക് ടെമ്പറേച്ചറിലും ഓർഗാനിക് മാറ്ററിനെ ഡിക്കമ്പോസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസും അതർ ബാക്ടീരിയസും യൂസ് ചെയ്യുന്ന ഓക്സിജൻ്റെ എമൗണ്ടാണ് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെത്തേഡ്സ് യൂസ്ഡ് ഫോർ ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് ആർ? ഓപ്ഷൻസ്: ലഗൂൺ, ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്, ഓക്സിഡേഷൻ ഡിച്ചേഴ്സ്, ഓൾ ഓഫ് ദി എബോവ്. കറക്റ്റ് ആൻസർ ഓൾ ഓഫ് ദീസ് ആണ്. അതായത് ബാക്കി തന്നിരിക്കുന്ന 3 ഓപ്ഷനിലും അതായത് ബയോളജിക്കൽ അല്ലെങ്കിൽ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സിൽ വരുന്നതാണ്. അപ്പം ഓപ്ഷൻസ് 4th ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്യൂറസ്റ്റ് ഫോം ഓഫ് നാച്ചുറലി ഒക്കറിങ് വാട്ടർ ഈസ്? ഓപ്ഷൻസ്: റെയിൻ വാട്ടർ, റിവർ വാട്ടർ, പോണ്ട് വാട്ടർ, വെൽ വാട്ടർ. അപ്പം കറക്റ്റ് ആൻസർ റെയിൻ വാട്ടർ ആണ്. ബാക്കി വരുന്ന വാട്ടേഴ്സിനെല്ലാം റിവറിലും പോണ്ടിലും വെൽ വാട്ടറിലും എല്ലാം കണ്ടാമിനൻസും മിനറൽസും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം കറക്റ്റ് ആൻസർ റെയിൻ വാട്ടർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് COD മെഷേഴ്സ് ദി? ഓപ്ഷൻസ്: amount of oxygen required for growth of microorganisms in water, amount of oxygen that would be removed from the water in order to oxidize pollution, amount of oxygen required to oxidize the calcium present in wastewater, none of the above. The correct answer amount of oxygen that would be removed from the water in order to oxidize pollution, that is the chemical oxygen demand or COD. Next question, typical influent POD to a wastewater plant is approximately? Options: 20 to 30 mg per liter,
Second option 100 to 125 mg per LC. Third option 200 to 250 mg per LD. Fourth option 500 to 600 mg per liter. Correct answer 200 to 250 mg per liter. In typical domestic wastewater treatment in plant, BOD influent of raw wastewater contains 250 mg per ml ആണ്. അതായത് ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള BOD കണ്ടൻറ്റ് വേസ്റ്റ് വാട്ടറിലെ 200 to 250 mg per ലിറ്റർ ആണ് കാണുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രൂ ഓർ ഫോൾസ്? Total solids consist of dissolved solids and suspended solids. അപ്പം ആൻസർ ട്രൂ ആണ്. ടോട്ടൽ സോളിഡ്സ് ഇൻക്ലൂഡ് ബോത്ത് ഡിസോൾഡ് ആൻഡ് സസ്പെൻഡഡ് മെറ്റീരിയൽസ്. അതായത് ടോട്ടൽ സോളിഡ്സ് എന്ന് പറഞ്ഞാൽ ഡിസോൾഡ് സോളിഡ്സും സസ്പെൻഡഡ് സോളിഡ്സും കൂടെ കമ്പൈൻ ചെയ്ത ഫോമാണ് ടോട്ടൽ സോളിഡ്സ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് എന്ന പോർഷൻസിൽ നിന്ന് മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.